നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗിയർ മാറുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റിപ്പോകും. അപ്പൊ കൃത്യമായിട്ട് റോഡിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഗിയർ ഇടാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. ഇതുപോലെ ലൈസൻസ് എടുത്ത് വാഹനം ഉണ്ടായിട്ടും പലരും പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡന്റ് കിട്ടി. പക്ഷെ തനി എടുക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ? നിങ്ങൾ കേരളത്തിലാണോ, നിങ്ങൾ ഏത് ജില്ലയിലാണോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പ്രാക്ടീസിന് പോയി. അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, അതുകൊണ്ട് അടിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നുണ്ട്, നിന്നോട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, അപ്പൊ നിന്നോട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിന്ന് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ ചോദിക്കാറില്ല നിങ്ങൾക്ക് എത്ര വയസ്സായി, അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം ഏതാണ്, എത്ര നാളായി ലൈസൻസ് ചോദിക്കാറില്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളിപ്പോ പലരും വന്ന് കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിപ്പോകുന്നു. അതായത് ഗിയർ മാറുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിപ്പോകുന്നു. കാരണം നമുക്ക് ലൈസൻസ് എടുക്കുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ്. അപ്പം വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നില്ല, ഗിയർ മാറുന്ന സമയത്ത് വണ്ടി റോങ് സൈഡിലേക്കൊക്കെ പോകുന്നു. അപ്പൊ കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് ഒരു വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് എങ്ങനെ ഗിയർ മാറാമെന്നാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൈയും കാലും കൊണ്ടാണ് ഒരു വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമ്മുടെ കൈയും കാലും കൊണ്ടും നല്ല രീതിയിലൊരു പ്രാക്ടീസ് നമുക്ക് സ്റ്റിയറിംഗിലും ഗിയറിലും ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണോ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ചെയ്യുന്നത് അത് തന്നെയായിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കേണ്ടത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിൽ വാഹനം കിടക്കുന്ന സമയത്ത് പലരും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഗിയറിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യും. കണ്ടാ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. അപ്പൊ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഇതില ഗിയറിലേക്ക് നോക്കിയല്ല നമ്മൾ ഗിയർ മാറുന്നത്. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ എന്തെല്ലാമാണോ ചെയ്യുന്നത് നമ്മൾ അത് തന്നെയായിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. കാരണം നമ്മൾ വാഹനം ഓടിക്കുന്ന ഒരു സ്റ്റിയറിംഗിൽ, ഒരു ഗിയറിലും, ഒരു ക്ലച്ചിലും, ഒരു ബ്രേക്കിലും, ഒരു ആക്സിലേറ്ററിലുമാണ്. അപ്പൊ നിങ്ങൾ ഈ 5 കൂട്ടം കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മൾ ഇതിലൊന്നും നമ്മൾ നോക്കിയല്ല ഒരു വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് വേണം, ഇതിലേക്ക് നോക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യല്. കാരണം പലരും വീല് നേരാക്കുന്നവരും അതുപോലെ തന്നെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം നേരെ താഴെ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം നേരെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കിത് സ്ട്രൈറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആശ്വാസപ്പെട്ടിരിക്കും. അപ്പൊ നമുക്കൊരു റോഡ് എപ്പോഴും സ്ട്രൈറ്റ് ആണോന്നില്ല, അതിങ്ങനെ വളഞ്ഞും സ്വല്പം വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വണ്ടി അതിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് നോക്കിക്കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊരു വഴക്കം കൈക്കും കാലിനും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട്, ഞാനിപ്പോ നിർത്തി ഉദാഹരണത്തിന് കാണിച്ചു തരാം. നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഗിയറിന്റെ ആവശ്യം വരുമ്പോഴെല്ലാം എന്ത് വേണം, ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ക്ലച്ച് നല്ലപോലെ ചവിട്ടിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അറിയാം ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും എവിടെയാണ്, തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും എവിടെയാണ്, ഫിഫ്ത് ഗിയറും റിവേഴ്സും എവിടെയാണ്, കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി നിർത്തി ആ ഒരു വീട്ടിൽ തന്നെ നമ്മുടെ കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടേച്ച്. അപ്പൊ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വണ്ടി എങ്ങോട്ടും പോകില്ല, നമുക്ക് ഉറപ്പാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാലും വണ്ടി എങ്ങോട്ടും പോകില്ല. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് തെറ്റിയാലും, കാരണം നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റും. അപ്പൊ തെറ്റിയാലും ഒന്നും സംഭവിക്കാനില്ല, നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നമുക്കറിയാം ഫസ്റ്റ് സെക്കൻഡ് എവിടെയാണ്. ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് പ്രസ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് തന്നെ ഫസ്റ്റ്, അതുപോലെ തന്നെ സെക്കൻഡ്. നമ്മൾ ഇങ്ങനെ തന്നെ നേരെ നോക്കിക്കൊണ്ട് തന്നെ ഗിയറിലേക്ക് ഒരു കടകളും നോക്കരുത്. നമ്മളിപ്പോൾ ഫസ്റ്റിലെ ചിലപ്പോൾ ഇടുന്ന സമയത്ത് ചിലപ്പം നമ്മൾ തേർഡ് ഗിയർ ഒക്കെ ഇടുന്ന സമയത്ത് ചിലപ്പം ഗിയർ ഒന്ന് മാറിപ്പോവാം. അല്ലെങ്കിൽ നമ്മൾ തേർഡിൽ നിന്ന് ഇപ്പൊ സെക്കൻഡ് ആക്കുന്ന സമയത്ത് ചിലപ്പം ഗിയർ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് വരണമെന്നില്ല. അപ്പൊ നമ്മൾ ഓരോ ഗിയറുകൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഡൗൺ ആക്കുന്ന സമയത്തൊക്കെ നമുക്ക് തെറ്റിപ്പോവാം. പക്ഷെ നമ്മൾ തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിപ്പോകരുത്. നമ്മൾ പ്രാക്ടീസ് തന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരുന്നാലേ എന്ത് ചെയ്തുള്ളൂ, കറക്റ്റായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റായിട്ട് നമുക്ക് കൈ കറക്റ്റായിട്ട് വഴക്കം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ നേരെ നമ്മൾ ഫസ്റ്റ് ഇടുന്നു, സെക്കൻഡ് ഇടുന്നു. അപ്പൊ ഇടുന്ന സമയത്തെല്ലാം നമ്മുടെ ഒരു കൈ എവിടെ ഇരിക്കണം, സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു രീതിയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ 2 കൈയും സ്റ്റിയറിംഗിലുണ്ട്. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗിയർ മാറുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഗിയറിൽ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്,
അതേപോലെ തന്നെ തേർഡ്, അതുപോലെ തന്നെ ഫോർത്ത്, അതുപോലെ തന്നെ ഫിഫ്ത്ത്, അതുപോലെ തന്നെ ഫിഫ്ത്തിൽ കിടക്കുന്ന വാഹനം നേരെ ഫോർത്തിലേക്കാക്കുന്നു, തേർഡിലേക്കാക്കുന്നു, അതുപോലെ തന്നെ വീണ്ടും സെക്കൻഡിലേക്കാക്കുന്നു. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാഹനം നിങ്ങൾ പതിയെ ഒരു കാരണവശാലും നിങ്ങളൊരു വളവിനോ അല്ലാത്ത സ്ഥലത്ത് ഒന്നും കൊണ്ടുപോയി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യരുത്. ഇത് ഇത്ര പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള നല്ല വീതി കൂടി ഒരു റോഡിൽ കൊണ്ടുവന്നിട്ട് തിരക്കുകളില്ലാത്ത റോഡുകളിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കണം. കാരണം നേരെ നോക്കിക്കൊണ്ട് തന്നെ അപ്പൊ നമുക്ക് അവിടുന്ന് സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ പ്രായമുള്ളടത്ത് കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഫസ്റ്റ് ഇടുന്നു, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇട്ട് എടുത്തു വണ്ടി, എന്നിട്ട് നമുക്ക് നേരെ തന്നെ നമ്മുടെ സൈഡിൽ തന്നെ. അപ്പോൾ നമ്മൾ ഗിയർ പെട്ടെന്ന് ഇടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ കൺട്രോളിൽ ഒരു വാഹനം നമ്മുടെ കൺട്രോളിലാണ് വാഹനമെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാതെ. അല്ല നിങ്ങളിപ്പോ എല്ലാ ഗിയറും ഇട്ടിട്ട് ഓടിപ്പോയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ കൺട്രോളിലാണ്, നമ്മുടെ സൈഡിൽ തന്നെയാണ്, വണ്ടി എങ്ങോട്ടും പോകുന്നില്ല, ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ഗിയർ മാറുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കരുത്. സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് ഗിയർ. കണ്ടില്ലേ, ഞാനിപ്പോ എന്റെ സൈഡിൽ തന്നെയാണ് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ്. ചെറിയ കട്ടറുകളും കുഴികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോ നോക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ഇതുപോലൊരു ചാട്ടമൊക്കെ കാണും. പക്ഷെ കണ്ടില്ലേ, അപ്പൊ സെക്കൻഡ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മളിപ്പം തേർഡ് ഗിയർ ഇടാൻ വേണ്ടി ഇങ്ങനെ ധൃതി ഒന്നും വെക്കരുത്. നമുക്ക് നമ്മുടെ കൺട്രോളിലാണ് വാഹനം, നമ്മളിങ്ങനെ നമ്മളെ ഓടിക്കുക. അപ്പൊ നമ്മുടെ കൺട്രോളിലാണ് ഉറപ്പ് വരുത്തിയതിന് ശേഷം. ഞാനിപ്പോ ഈ ഓടിച്ച് കാണിക്കുന്നത് ഇച്ചിരി വളവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഞാൻ ഇതുപോലുള്ള റോഡുകളിലൊന്നും നിങ്ങൾ കുഴികളോ കാര്യങ്ങളിലോ ഉള്ള റോഡുകളിലൊന്നും നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. കാരണം നമുക്ക് കൺട്രോളുകൾ പോകും, നമുക്ക് പെട്ടെന്ന് ഒരു പേടികൾ ഉണ്ടാകും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, നമ്മുടെ കൈ വണ്ടി നിൽക്കണമെന്നില്ല. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ, വളവുകളില്ലാത്ത റോഡുകളിൽ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് വീണ്ടും നമ്മൾ തേർഡ് ഗിയർ കൊടുക്കണമെങ്കിൽ ക്ലച്ച് ഔട്ടുന്നു, നമ്മുടെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി തേർഡ് ഗിയർ കൊടുത്തു. ഇങ്ങനെ വേണം നമ്മൾ ഓരോ ഗിയറുകൾ നമ്മൾ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ശ്രമിക്കാൻ പറ്റും. എന്നൊരു ബാലൻസ് ആയി നമ്മുടെ കൈ തന്നെ വണ്ടി നിൽക്കുന്നുണ്ട്, വണ്ടി എങ്ങോട്ടും പോകില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ചെറിയ റോഡുകളിലാണെങ്കിലും അല്ലാതെ തിരക്കുള്ള റോഡുകളിലാണെങ്കിലും നിങ്ങൾ ശ്രമിക്കാവൂ. എന്നാൽ മാത്രം നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ കറക്റ്റായിട്ട് ഗിയറുകളൊക്കെ ഇടാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ്സ് അറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ്സ് രേഖപ്പെടുത്തുക. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ചോദിക്കാം. ഓരോരുത്തർ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെന്ന് ചോദിക്കാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.